ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണത് കേട്ടോ. മാനുവൽ മസാജ് ബ്രസ്റ്റ് പമ്പ് വേറെ ഒന്നുമല്ല, പാല് പിഴിഞ്ഞെടുക്കാനുള്ള ഒരു മാനുവൽ ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഞാനിത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. 1450 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ആ റേറ്റ് തന്നെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ലോക്കലി നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പാല് തിങ്ങിയിട്ട് കുട്ടി കുടിക്കാതെ, അതായത് കുട്ടിക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ പാല് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന ആ രാത്രി കുട്ടി ഉറങ്ങിയിട്ട് പിന്നെ എനിക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. നല്ല ഉറക്കമാണ്. എണീപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാലും എണീക്കുന്നില്ല. അത്രയും ന്യൂ ബോൺസ് അങ്ങനെയാണല്ലോ. ആ സാഹചര്യത്തിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇത് വാങ്ങിപ്പിച്ചു. എന്താ വെച്ചാൽ, നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞ് കളയുമ്പോൾ നല്ല പെയിൻഫുള്ളാണത്. കാരണം കൊണ്ട് അത്രയും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വാങ്ങിയതാണ്. അന്ന് വാങ്ങിച്ചിട്ട് ഒരു തവണ എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കുട്ടി ഡീപ്പായിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിച്ചു. പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. അത് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പാല് പിഴിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. കുട്ടി എണീറ്റപ്പോൾ ബ്രസ്റ്റിൽ മിൽക്കുണ്ട്, അതാണ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുട്ടിക്ക് 56 ദിവസമായിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും ഇപ്പോൾ പുറത്തേക്ക് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ നമുക്കൊരു യാത്രയുണ്ട്. യാത്ര എന്ന് പറഞ്ഞാൽ കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല, എനിക്ക് പോയേ പറ്റുള്ളൂ. ഒഫീഷ്യലി ഒരു യാത്രയാണ്. ആ സിറ്റുവേഷനിൽ ഇപ്പോൾ എൻ്റെ പാരൻസിനെ കുട്ടീനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇതിൻ്റെ ആക്സസറീസൊക്കെ നല്ലപോലെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം ഞാൻ എന്നിട്ട് പമ്പ് ചെയ്തു. ഇത്രയും സാധനങ്ങൾ അതിനകത്ത് കിട്ടുന്നത് കേട്ടോ. ഇതൊക്കെ സെപ്പറേറ്റാണ്. നമുക്ക് ഈ പോർഷൻ ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ബോട്ടിലിൻ്റെ ഇത്രയും പോർഷൻ നമുക്കിവിടെ പിരിയുണ്ട്, ത്രെഡുണ്ട്, പിരിച്ചും കൂടി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നിപ്പിളിൻ്റെ പോർഷൻ ഇതുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ പാൽക്കുപ്പിയായി. നമ്മൾ പമ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം കൊണ്ട് ഊരിയെടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ വട്ടത്തിലുള്ള ഈ പോർഷൻ ഊരിയെടുക്കാം. ദെൻ നമുക്ക് ഈ പോർഷൻ ഇവിടെ ഇങ്ങനെ ഒരു വാക്വമാണ്. സിമ്പിളായിട്ട് ഊരാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഒരു വാക്വമുള്ള ഒരു പോർഷനാണ്. ഇത് വെച്ചിട്ട് ഈ ഭാഗമാണ് നമ്മൾ ബ്രസ്റ്റിൻ്റെ നിപ്പിൾ പോയിൻ്റ് ഇതിലേക്ക് വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു 2-3 ടൈംസ്, ഒരു 4 തവണ ഇങ്ങനെ നല്ല സ്പീഡിൽ ചെയ്തിട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് ലോങ് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ബ്രസ്റ്റിൽ. അങ്ങനെ ഒരു 5-6 തവണ ചെയ്യുമ്പോൾ പാല് വരും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഒരു തവണ ഒന്ന് ഇത്രയും കൂടെ യൂസ് ചെയ്ത് എടുത്തു. എന്നിട്ട് ഞാനിത് സ്റ്റോർ ചെയ്യണം. ഇത് സ്റ്റോർ ചെയ്താൽ 6 മണിക്കൂർ വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കാം. അതല്ല, ഇപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ 2 ദിവസം വരെ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ അതിലേറെ സമയം നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കിപ്പോൾ അത്രയും ഒരു 6-8 hours-ആണ് എനിക്ക് മാറി നിൽക്കേണ്ടി വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് എടുത്തതാണ്. റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുട്ടിക്ക് ഇതുവരെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് പാല് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് ഞാൻ തന്നെ ഒന്ന് കൊടുത്ത് നോക്കണം. നമ്മളിത് യൂസ് ചെയ്യില്ല കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറയുന്ന നിപ്പിൾ പോലെയുള്ള സാധനങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കരുത്. പാലാടാന്ന് പറയുന്ന ചെറിയൊരു പാത്രം കിട്ടും. അതോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തന്നെ ചെറിയ കണ്ടെയ്നറിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക വായിൽ. അങ്ങനെയാണ് പറയുന്നത്. സ്പൂൺ ഒഴിച്ചിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കുഴപ്പമുണ്ടാവില്ല. ഇതാകുമ്പോൾ അവർ ഇത് ഉപയോഗിച്ച് കുടിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ സക്ക് ചെയ്ത് വലിച്ച് കുടിക്കൽ നിർത്തും കുട്ടികൾ. അപ്പോൾ അത് അവരുടെ ആരോഗ്യത്തിനെയും ബാധിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പക്ഷേ ഇതിൻ്റെ ഒപ്പം കിട്ടിയതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പാക്കറ്റിനകത്ത് ഇത്ര സാധനങ്ങൾ ഉണ്ടാവുക. ഞാനിങ്ങനെ ഈ പാത്രത്തിൽ കഴുകി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നുകൊണ്ട് ആ പാത്രത്തിൽ തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇത് വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയത് എങ്ങനെ യൂസ് ചെയ്യണേ. ആദ്യം ഞാൻ പ്രസ് ചെയ്തിട്ട് ഈ പറഞ്ഞ മെത്തേഡിൽ ഞാൻ ചെയ്തിട്ടൊന്നും എനിക്ക് പാല് വരുന്നുണ്ടായിരുന്നില്ല.
ചെറുതായിട്ട് പെയിനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് വിചാരിച്ചിട്ട് യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ കാര്യമായിട്ടുള്ള റിവ്യൂസൊന്നും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മലയാളത്തിലുള്ളത് കണ്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രിക്കോഷൻസ് ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യാതിരിക്കുമ്പോഴേക്കും നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നല്ലൊരു കപ്പ് ചെറു ചൂടുവെള്ളമൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രസ്റ്റ് നമ്മൾ നിപ്പിളിൻ്റെ പോർഷൻ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഞരട്ടെ. നമ്മൾ കൊച്ചാണെങ്കിലും പാല് കുടിക്കുമ്പോൾ അവർ സക്ക് ചെയ്യുന്നതനുസരിച്ച് അപ്പോഴാണ് പാല് വരിക. അപ്പോൾ നമ്മളൊന്ന് പ്രെപ്പ് ചെയ്യുക. ആ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ജെൻറ്റ്ലി റൗണ്ടിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് റിലാക്സ് ചെയ്ത് പതിയെ പാല് വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ പതിയെ ചെയ്താൽ മതി. ആദ്യം സെക്ഷനൊക്കെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു പെയിൻ പോലെ, അത് വലിച്ചിലിങ്ങനെ ഫീൽ, പെയിനല്ല, അത് വലിവാണ്. അത് കഴിയുമ്പോൾ പാല് വന്നോളും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കുട്ടി കുടിച്ച് നിന്ന് ബാക്കി അവൾ പിന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ അവൾ കിടത്തിയതിന് ശേഷം ഞാൻ ആ ബ്രസ്റ്റിൽ തന്നെ എടുത്ത പാലായത് കേട്ടോ. അങ്ങനെ ഞാനിത് കുറച്ചധികം എടുത്തിട്ട് ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എങ്ങനെയാണ് കുടിപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇത് കൊടുത്ത് അറിയില്ലല്ലോ. അപ്പോൾ അവർക്കിതൊന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് കാണിച്ച് കൊടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ. എന്നാലേ നമുക്കായാലും സമാധാനമുള്ളൂ, അവർക്കാണെങ്കിലും സമാധാനമുള്ളൂ. വേറെ ഒന്നും കൊടുക്കുന്ന സമയമായിട്ടില്ലല്ലോ, 56 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ന്യൂ മോംസിന് എസ്പെഷ്യലി വർക്കിനൊക്കെ പോകേണ്ടി വരുന്ന അമ്മമാർക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് കരുതുന്നു. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു.